കുറേ രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. മലയാളം ഉള്ളിൽ തന്നെ ഒരു പ്രോസസ്സിംഗ് നമ്മളെന്ത് ചെയ്യും, പിഴിഞ്ഞിട്ട് ആ തേനെടുത്ത് കഴിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ പറയുന്ന വാക്സിൻ വേസ്റ്റൊക്കെ അതിൽ വരുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. നല്ല തേൻ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ വാക്സിൻ വേസ്റ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതേപോലെ ദോഷങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മാത്രം കഴിക്കുന്നത് നല്ലതല്ല. അത് ഡെയിലി നമ്മൾ ഒരിക്കലും കഴിക്കില്ലല്ലോ. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു മന്ത്ലി ഒരു ടൈമിലോ ഇയർലി ഒരു ടൈമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂ ചെയ്തിട്ട് തുപ്പിക്കളയും. അതായത് ബബിൾക്ക് ചമയ്ക്കുന്ന പോലെ ചമച്ചിട്ട് തുപ്പിക്കളയും. പക്ഷേ ആ സാധനം ഈ വാക്സിൻ സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനും അതേപോലെ വയറുവേദനയൊക്കെ ഉണ്ടാക്കും. കുറേ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ആ പറയുന്ന ഇമ്പ്യൂരിറ്റീസിനൊക്കെ ഇവിടെ വെച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതേപോലെ തേയിലധികമായിട്ട് വരുന്ന ജലാംശത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. തേയില 20% താഴെ മാത്രമേ ജലാംശത്തിൻ്റെ അളവ് വരാൻ പാടുള്ളൂ. 20% താഴെയാണെന്നുണ്ടെങ്കിൽ ആ തേന് നമുക്ക് വേണമെങ്കിൽ 1000 കൊല്ലം വേണമെങ്കിൽ സൂക്ഷിക്കാം. ആ തേനൊന്നും ഒരിക്കലും എന്താവില്ല, നാശമായി പോകും. പക്ഷേ 20% ജലാംശത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ സൈക്കോസാക്രമൈസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് വളർന്നിട്ട് അത് പൊളിച്ചു പോകാൻ. ആ പൊളിച്ചു പോയ തേൻ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ബാലൻസ് ചെയ്യുന്നത് കഫ പിത്തവാദം എന്ന് പറയുന്ന ത്രിദോഷങ്ങളാണ്. അതിൽ ഇംബാലൻസ് വരുത്തിയിട്ട് പല രീതിയിലുള്ള രോഗങ്ങളാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ 20% കൂടുതലുള്ള ജലാംശത്തെ 20% താഴാക്കിയിട്ട് ഈ ഒരു മിഷനറിയിലൂടെ മാറ്റുന്നത്. ഇന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന തേൻ നമുക്ക് വേണമെങ്കിൽ 1000 കൊല്ലം വേണമെങ്കിൽ സൂക്ഷിക്കും. ആ തേൻ ഒരിക്കലും നാശമായി ഒരു റൗണ്ട് വെറുതെ ഒന്ന് നടന്നാൽ മതി. കാരണം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കലോറി കയറുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മന്തിപ്പ് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് നടന്നിട്ട് ആ കലോറി ബേൺ ചെയ്യിക്കാൻ പാകത്തിന് ഒന്ന് ഓടി പറ്റുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബേൺ ആയിട്ട് ചെയ്യാറില്ല. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ചെറുതേ മാത്രമേ കൊടുക്കൂ. നമ്മളൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഫുഡായിട്ട് ചിലപ്പോൾ കൊടുക്കും. അല്ലെങ്കിൽ ഒരു 8ാം മാസമൊക്കെ ആകുമ്പോൾ തേന് മയമ്പോൾ നാവ് റെഡിയാകാൻ വേണ്ടി തേന് മയമ്പോൾ കൊടുക്കും. അതിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ചെറുതേ മാത്രമേ പാടുള്ളൂ. കുറയ്ക്കുകയും ചെയ്യുള്ളൂ. Thank you.